നിങ്ങളുടെ ഡ്രീം ജോലി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും കൂടെ ഒരു ദിവസം ചെയ്യുന്നതിലല്ല. എല്ലാ ദിവസവും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മടി തോന്നുന്നത് ഈ ലോങ് അവേഴ്സ് 6 മണിക്കൂർ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ 7 മണിക്കൂർ നിന്ന് പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെ ഇത് ഓവർകം ചെയ്യാം? എന്നിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കും അതുപോലെ 9 to 5 ജോലി ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സമയം പഠിത്തത്തിനായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ജോലി നേടാനുള്ള സ്റ്റഡി പ്ലാൻ. അപ്പോൾ അതിൽ 1-2 കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡെയിലി പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലേസിനെസ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, മടിയാണ് എന്നൊക്കെയുള്ള കാര്യം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും മോട്ടിവേഷണൽ വീഡിയോയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഇൻസ്പിറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് ഇങ്ങനെ പോരാ, എനിക്ക് മാറണം, എനിക്ക് ഒരു ജോലി വേണം എന്നൊക്കെ തോന്നിയിട്ട് നിങ്ങളൊരു പ്ലാനൊക്കെ റെഡിയാക്കി ഒരു ദിവസം നന്നായിട്ട് പഠിക്കും. പക്ഷേ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് എന്തോ ഒരു മടി, ഇന്ന് പഠിക്കണോ, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച് റിവൈസ് ചെയ്തിട്ട് നാളെ ഒന്ന് തുടങ്ങാം, ഇന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് ഈ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഗവൺമെൻറ് ജോബ് ആസ്പിറൻസ്, ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ 9 to 5 ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ ഒരു ഇൻസ്പിറേഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് വെക്കും, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഷെയർ തരാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ദ സയൻസ് ആൻഡ് സീക്രട്സ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്, എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, എന്നിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല എന്നൊരു ഉറപ്പ് ഞാൻ തരാം. സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്റ്റഡി ലേസിനെസ് ഇല്ലാതെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റഡിയിങ് അല്ലെങ്കിൽ ഈ ഒരു പഠനം, നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം ഒരു ബോറിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലേസിനെസ് തോന്നുന്നത് എന്ന് ആദ്യം നമുക്ക് പറയാം. ലേസിനെസ് അല്ലെങ്കിൽ മടിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിൽ പവർ ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് വിൽ പവർ ഇല്ലാഞ്ഞിട്ടല്ല. സയൻസ് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ എനർജിയെ സേവ് ചെയ്യുക എന്നാണ്. അതായത് നമ്മുടെ ഫോണിലൊക്കെ ബാറ്ററി സേവിങ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡില്ലേ, എന്ന് പറയുന്നത് പോലെ ബ്രെയിൻ എനർജി സേവിങ് മോഡിലാണ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ അത് റെസിസ്റ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഇങ്ങനെ കംഫർട്ട് സോണിലിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു മസിലിനെ കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ളൊരു മസിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം വർക്കൗട്ട് നിർത്തി വെച്ചതിന് ശേഷം വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അവിടെ പെയിൻ ഉണ്ടാവും. നിങ്ങൾക്ക് 2-3 ദിവസം അവിടെ പെയിൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2ാമത്തെ ദിവസം എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. 3ാമത്തെ ദിവസവും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ മസിൽ വളരെ സ്ട്രോങ്ങർ ആയിട്ട് മാറും. ഇത് തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കാര്യത്തിലും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, പഠനം എന്നുള്ള കാര്യം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, നിങ്ങൾക്ക് മടിയാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റാമിന കൂടും. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, നിങ്ങളത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങളത് ഡെയിലി അതിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഈ മടി എന്ന് പറയുന്ന കാര്യം, അതായത് ഈ ലേസിനെസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു കുറച്ച് സമയത്തേക്കാണെങ്കിലും പഠിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ആവും. അതൊരു ഫീൽ ഗുഡ് കെമിക്കലാണ്. ഈ ഡോപ്പമിൻ വീണ്ടും നിങ്ങളെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തിന് ശേഷമാണ് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മടി തോന്നുന്നത് ഈ ലോങ് അവേഴ്സ് 6 മണിക്കൂർ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ 7 മണിക്കൂർ നിന്ന് പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ്. വേണ്ട, നിങ്ങൾ കുറച്ച് സമയത്തേക്ക് പഠിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള 2 കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് മെൽ റോബിൻസ് 5 സെക്കൻഡ് റൂളാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, വീണ്ടും പറയുന്നില്ല. സോ ഇത് നിങ്ങൾക്ക് സ്റ്റഡീസിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ മടി തോന്നുന്നത് അപ്പം തന്നെ നിങ്ങൾ കൗണ്ട് ബാക്ക്വേർഡ്സ് 5, 4, 3, 2, 1 ആൻഡ് ഗോ. അപ്പോൾ
ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും അത് മനസ്സിലാവും. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റൊരു ടെക്നിക്ക് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. അതാണ് പൊമോഡോറോ ടെക്നിക്. പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഫ്രണ്ട്ലി സ്റ്റഡിയിങ് മോഡാണ് കേട്ടോ. അതായത് നിങ്ങൾ 25 മിനിറ്റ് മാത്രം പഠിക്കുക. ദെൻ 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഈ 5 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ആ ഒരു ഫ്രീ സമയത്ത് നിങ്ങൾ വീഡിയോ കാണാൻ പോവുക, മൊബൈൽ നോക്കുക എന്നുള്ള കാര്യമൊന്നും ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന വിഷ്വൽസൊക്കെ നമ്മളുടെ ബ്രെയിനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊബൈലിൽ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് വീണ്ടും നമ്മളുടെ ബ്രെയിനിൽ പഠിച്ച കാര്യത്തെ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, ഒന്ന് വെളിയിലൊക്കെ ഒന്ന് പോയി നിൽക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ചു വരിക. എന്നിട്ട് വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇനി ഈ രണ്ടാമത്തെ 25 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു സബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഫസ്റ്റ് 25 മിനിറ്റ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ 25 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ റിവാർഡ് കൊടുക്കുക. നിങ്ങൾ ഒരു ചെറിയ ചോക്ലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടോ കേൾക്കുക. ഓക്കെ. മൊബൈലിലേക്ക് നോക്കിയിരിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാട്ട് കേൾക്കുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 5 മിനിറ്റത്തെ ഒരു പാട്ട് കേൾക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടാണ്. അതായത് നമ്മുടെ സ്റ്റഡിയിങ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലും ആ ഒരു കാര്യങ്ങളായിരിക്കും. അതായത് ഒരു മെസ്സി ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും നമ്മളുടെ മനസ്സിനുള്ളിലുള്ളത്. നമ്മളൊരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലീൻ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളടുത്ത് വലിയൊരു ടേബിളൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് പഠിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കുള്ള സ്പേസ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. ലൈറ്റൊക്കെ വന്ന് വീഴുന്ന ഒരു സ്ഥലത്തിരുന്ന്, ഇരുണ്ട റൂമുകളിലൊന്നും ഇരുന്ന് പഠിക്കാതെ കുറച്ച് ലൈറ്റൊക്കെ വന്ന് വീഴുന്ന ജനലിൻ്റെ സൈഡിലോ അവിടെയെങ്കിലുമൊക്കെ ഒരു സ്പേസ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബുക്കും ഒക്കെ വെക്കാനുള്ള ഒരു ടേബിളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങളുടെ ഫോൺ ഒരിക്കലും ആ ടേബിളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. കാര്യം, നിങ്ങളുടെ ബുക്കാണ് നിങ്ങളുടെ ടേബിളിലുള്ളെങ്കിൽ നിങ്ങൾ ബുക്കിലേക്ക് നോക്കും. എന്നാൽ നിങ്ങളുടെ ഫോണാണ് ആ ടേബിളിലുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്ക്രോളിങ്ങിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതങ്ങനെയാണ് നമ്മുടെ മനസ്സ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം നിങ്ങളുടെ സ്പേസിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഫോണൊക്കെ സൈലൻ്റ് ആക്കി വയ്ക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം ക്വാളിറ്റി അവേഴ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോയി നിൽക്കുന്നത് എവിടെയാണോ അവിടെ ഒരു കോട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 10ാമത്തെ റാങ്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എഴുതി വെക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് റാങ്ക് 10. അതല്ല, SSLCയിൽ ഇത്ര സ്കോറാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എഴുതി വെക്കുക. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങളുടെ മൈൻഡിന് ആദ്യം കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എനിക്കിതാണ് ചെയ്യാനുള്ളത്, എൻ്റെ ലൈഫിൽ ഇതാണ്, എൻ്റെ ലൈഫ് പർപ്പസ് ഇതാണ് എന്നുള്ള കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷൻ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചെയ്യിപ്പിച്ചോളും. ഇനി ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ സ്റ്റഡി പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല, ഒരു പസിലായിട്ട് ഇതിനെ കാണുക, ഒരു ശിക്ഷയായിട്ട് ഇതിനെ കാണരുത്. നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണുക. നിങ്ങൾ സ്നേഹിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ കൂടുതൽ പഠിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു പ്രോഗ്രസ് ജേണൽ എഴുതി വെക്കുക. അതായത് നിങ്ങൾ ഇന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക്കും പഠിച്ചു കഴിയുമ്പോൾ അതിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ഓരോ ടിക്ക് മാർക്കും നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ ഹോർമോൺ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാപ്പി കെമിക്കലാണ് ഡോപ്പമിൻ ഹോർമോൺ, അത് റിലീസ് ചെയ്യും. അത് വീണ്ടും നിങ്ങളെ പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഈ ടിക്കിന് നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലാണെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഐ മസ്റ്റ് സ്റ്റഡി, ഞാൻ പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയാതെ ഐ ലവ് സ്റ്റഡിയിങ്, എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്ന് അഫേം ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും കൂടെ ഒരു ദിവസം ചെയ്യുന്നതിലല്ല, എല്ലാ ദിവസവും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി എടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 1 പേജ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, അത് മതി. പക്ഷേ എല്ലാ ദിവസവും ചെയ്യണം. ഈ സ്ട്രഗിൾ ചെയ്യുന്നവരും ടോപ്പേഴ്സ് ആയിട്ടിരിക്കുന്നവരും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബുദ്ധിയല്ല, കൺസിസ്റ്റൻസിയാണ്. ടോപ്പേഴ്സ് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ബ്രെയിനിനെ ഒരു മസിലായി കണ്ട് അതിനെ ട്രെയിൻ ചെയ്യുക. നിങ്ങളുടെ മടിയെ 5 സെക്കൻഡ് റൂൾ യൂസ് ചെയ്തും പൊമഡോറോ ടെക്നിക്കൊക്കെ വെച്ചും റീപ്ലേസ് ചെയ്യുക.
ഈ പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു എൻജോയബിൾ പാർട്ടായിട്ട് കാണുക. നിങ്ങളുടെ ഡ്രീം ജോലി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനെ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.